ഇന്ത്യയുമായി യുദ്ധത്തിനൊരുങ്ങുന്ന പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ മങ്ചോർ എന്ന് പറയുന്ന ഒരു നഗരം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരുന്നു. ഇത് കലത്ത് ജില്ലയിലാണ്. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കത്വ പിടിക്കുവാനുള്ള ഒരു നീക്കത്തിലാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കറാച്ചി കത്വ ഹൈവേ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പൂർണ്ണമായി അടച്ചിരുന്നു. ഏതായാലും കത്വ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇസ്ലാമാബാദിന് ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനിടയിൽ പാക് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 22ആയി ഉയരുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കത്വ പിടിച്ചെടുക്കുന്നത് തടയുക എന്നുള്ളതാണ് ഇപ്പോൾ പാക് സൈന്യം ആലോചിക്കുന്നതായിട്ട് ഉള്ളൊരു വിഷയം. ഇവിടെ ഒരു വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള സൈനികരെ കുറച്ചധികം പേരെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് വിന്യസിച്ചിരുന്നു. കൂടുതൽ സൈനിക നീക്കത്തിനായി അവിടെ നിന്ന് ഈ സൈന്യത്തെ പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത്. ബലൂച്ച് ജനത മുഴുവൻ രംഗത്തിറങ്ങണം, കാരണം നമ്മൾ ഒരു തടവറയിലാണ്. ആ തടവറ പൊളിച്ച് പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമെന്നാണ്. ഇതിനിടയിൽ സൈനിക സ്ഥാപനങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത മങ്ചോർ എന്ന പ്രദേശത്തെ സൈനിക സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ പാകിസ്ഥാനും ചൈനയ്ക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ബലൂചിസ്ഥാനിൽ നിന്നും ചൈനീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് പോകണം, ഇല്ലായെങ്കിൽ തങ്ങൾക്ക് അവരെ വധിക്കേണ്ടി വരും എന്ന് പറയുന്നു. പാക് സൈന്യത്തിൻ്റെ യാതൊരുവിധ ഇടപാടുകളും ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, തങ്ങൾ സ്വതന്ത്രമാകുന്നു ഇല്ലെങ്കിൽ ആകാൻ പോകുന്നു എന്ന പ്രഖ്യാപനങ്ങളാണ് ഈ ബലൂചിസ്ഥാൻ നേതാക്കൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സുനിയ മലയാളം.